നിങ്ങളുടെ ഒരു പ്രതീക്ഷ നിങ്ങൾ അവിടെ എത്തുമ്പോൾ? കേരളത്തിൽ നിന്നുള്ള സമര വളണ്ടിയർമാർ സമരം നടത്താൻ വേണ്ടിയാണ് പോകുന്നത്. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള മനക്കരുത്തും ശേഷിയും കേരള കർഷക സംഘത്തിന്റെയും അതുപോലെ തന്നെ കൃഷിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. അവിടുത്തെ കർഷകർ വലിയ തോതിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയാണെന്ന് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു ആശങ്കയുണ്ടോ? ഒരാശങ്കയുമില്ല. രാജ്യത്തെ ജനങ്ങൾ, രാജ്യത്തെ കർഷകർ അവരുടെ ഏറ്റവും ജീവൽ പ്രധാനങ്ങളായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ഈ സമരത്തെ വളരെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് കർഷക സംഘത്തിന്റെ പ്രക്ഷോഭകരായി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവുമില്ല. വലിയ രീതിയിൽ ഈ സമരം വിജയിക്കുന്നതുവരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ അണിനിരക്കും എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാൻ. തണുപ്പ് മാത്രമല്ല, ഒരു കൊറോണയുടെ ഭീതിയിൽ കൂടിയാണ് നാം. ഡൽഹിയിൽ ഇങ്ങനെ പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ നടുക്കിരിക്കുമ്പോൾ അതിന്റെ ഒരു ഭയം, അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? സാധാരണ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ കൊറോണ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും കൊറോണ പ്രോട്ടോകോൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ സമരത്തിൽ ഞങ്ങൾ ഭാഗമാക്കുന്നത്. പല കർഷകരും പറയുന്നുണ്ട്, കൊറോണ ബാധിച്ച് മരിച്ചാലും നമ്മൾ ഈ കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പം നിൽക്കും എന്ന് പറയുന്നത്. അത് തന്നെയാണോ നിങ്ങളുടെയും പ്രഖ്യാപനം? തീർച്ചയായും. കർഷക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ജീവൽ പ്രധാനമായ മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. ഈ 3 ജനവിരുദ്ധ നിയമങ്ങൾ നടപ്പാക്കിയതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക ജനങ്ങൾക്കാകെയുണ്ട്. തീർച്ചയായും ആ ജനവികാരം പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് കർഷകരെല്ലാവരും